ദൈവമായ നാമം നല്ല പകർത്താലും പാലിക്കപ്പെടുമാറാകട്ടെ. മറ്റേ ഒരു പ്രാവശ്യം കൊണ്ട് സന്ദർശിക്കുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കും ശ്രദ്ധിക്കുന്നു. ദാസന്മാരുടെ ശക്തമേറിയ ആലോചന നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ അധികപ്പെട്ടായ ദൈവജനമാണ്. രണ്ടുപേരും കേൾക്കാൻ പറ്റാൻ നിങ്ങളെ മനസ്സിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതിനപ്പുറമാണ് ഇത്. എങ്കിലും വളരെ പെട്ടെന്ന് ദൈവം ആളുകൾ പറഞ്ഞിരിക്കുന്നു ആഗ്രഹിക്കുന്നു. വളരെ പെട്ടെന്ന് പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒരാൾ വായിക്കാം. 37 മതി കണ്ണു അടയ്ക്കണം. നല്ല പിതാവേ, ഇന്നത്തെ പകലിനായ ഉത്തമണിയുടെ അങ്ങനെ നാമം സ്തുതിക്കുന്നു. ദൈവം അടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒരു നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു എന്നുള്ള ആ ചെറിയൊരു സന്ദേശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെക്കുറിച്ച് അല്പം സൂചിക്കുന്ന ദൈവനാമത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നതിനകം കൂടുതലും ഞങ്ങളുടെ മകതമെടുക്കും. യേശു ഞങ്ങളുടെ വായിച്ച ഭാഗ്യപ്രകാരമാണ് ഗസ്കിയേൽ ദൈവാലോചന പ്രകാരം, യഹോവയുടെ ആലോചന പ്രകാരം അവൻ താഴ്വരയുടെ നടുവിലേക്ക് പോകുന്നു. താഴ്വരയുടെ നടുവിലേക്ക് പോകുന്ന പ്രവാചകനോട് ദൈവത്തിന്റെ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, യഹോവയുടെ കൈ ആരുടെ മേൽ വന്നു? എന്റെ പേര് വന്നു. എത്ര പേർക്ക് പകർത്താൻ യഹോവയുടെ കൈ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഉണ്ടാവും ശുഭമായും എപ്പോൾ യഹോവയുടെ കൈ എന്റെ മേൽ വരുന്നു നമ്മുടെ ജീവിതത്തിൽ പുറപ്പാടുണ്ട്. അവർ കാണുന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ അവൻ എന്നെ പുറപ്പെടുവിച്ചു. അപ്പോൾ ഇന്ന് പകർത്താൻ നമ്മൊന്ന് മനസ്സിലാക്കണം, യഹോവയുടെ കൈ നമ്മുടെ മേലുണ്ട്. നമ്മുടെ സ്ഥാനത്തിന് വ്യത്യാസം വരും, നമ്മുടെ പരിമിതികൾക്ക് വ്യത്യാസം വരും, നമ്മുടെ ലോകത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും, നമ്മുടെ കടപ്പാടത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. എപ്പോൾ യഹോവയുടെ കൈ നമ്മുടെ മേൽ വരുമ്പോൾ ഇന്ന് പകർത്താനും യഹോവയുടെ കൈ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ആരെല്ലാം നമുക്കെതിരായാലും, ആരെല്ലാം നമുക്ക് പ്രതികൂലമായ ശബ്ദം ഉയർത്തിയാലും, ആരെല്ലാം നമുക്ക് എതിരായി എഴുന്നേറ്റാലും ഇന്ന് പകർത്താൻ നമുക്ക് മനസ്സിലാക്കണം, ആ യഹോവയുടെ നാമത്താൽ വിളിക്കപ്പെട്ടവർ, യഹോവയുടെ നാമത്താൽ എഴുന്നേൽക്കപ്പെട്ടവർ എവിടെയുണ്ട് അവിടെ വ്യത്യാസങ്ങൾ കാണുവാൻ തുടങ്ങി. യഹോവയുടെ നാമത്തിന് വേണ്ടി നാം എന്തു ചെയ്യുന്നു അവിടെ നമുക്കൊരു വ്യത്യാസം കാണുവാൻ തുടങ്ങും. എന്തുകൊണ്ട്? നാം യഹോവയുടെ നാമത്താൽ വിളിക്കപ്പെട്ടവരാണ്. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ ആ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ കൈ നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ അവസ്ഥയിൽ വ്യത്യാസം വരും. എവിടെയൊക്കെ ആത്മാവിന് വ്യത്യാസം വരും, പ്രാണന് വ്യത്യാസം വരും, ശരീരത്തിന് വ്യത്യാസം വരും. യഹോവയുടെ ആത്മാവ് വന്നവനെ കണ്ടാൽ അറിയാം, യഹോവയുടെ കൂടെ ഉള്ളവനെ കണ്ടാൽ അറിയാം. യഹോവയുടെ കൈ ഒരുവന്റെ മേൽ ഉണ്ടെങ്കിൽ അവൻ സകലത്തിലും ശുഭമായിരിക്കും. അവൻ ചെയ്യുന്നൊക്കെയും യഹോവ സാധിച്ചു വരും. അവൻ പോകുന്ന വഴികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അവൻ നടത്തുന്ന ബിസിനസ്സുകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. കാരണം മറ്റൊന്നുമല്ല, അവൻ ദൈവത്തിന്റെ കൈകളാൽ വിളിക്കപ്പെട്ടവനാ, അവൻ ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവനാ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേട്ടാണ് അവൻ നിൽക്കുന്നത്. യഹോവയുടെ അരുളപ്പാട് അവൻ അനുസരിക്കുന്നവനാണ്. യഹോവയുടെ പ്രകാരം തന്നെയാണ് അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് അവൻ നയിക്കുന്നത്. അവൻ ലോകത്തെയല്ല നോക്കുന്നത്, ലോകത്തിലുള്ള മനുഷ്യരെയല്ല നോക്കുന്നത്. അവൻ ദൈവത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് അവന്റെ പ്രകാരം വിളിച്ചു പറയുന്നു, യഹോവയെ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അപ്രകാരം ഇന്ന് മകക്കാലം നമ്മുടെ ആശ്രയം യഹോവയിലാണെങ്കിൽ, ഇന്ന് മകക്കാലം യഹോവയുടെ കൈ നമ്മുടെ മേലുണ്ടെങ്കിൽ, യഹോവയായ ദൈവപ്രകാരം വിളിച്ചു പറയുന്നു, അവന്റെ ആത്മാവിനെ നമുക്ക് പുറപ്പാടുണ്ടാകാൻ പോവുകയാണ്. യഹോവയുടെ കൈ വന്നവൻ ഒരിടത്ത് അവൻ അടങ്ങിയിരിക്കുകയില്ല. യഹോവയുടെ കൈ വന്നവൻ ഒരു വീടിന്റെ മൂലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉന്നമനവുമില്ലാതെ, ഒരു വളർച്ചയുമില്ലാതെ, ഒരു ദൈവികമായ അത്ഭുതവുമില്ല, ദൈവികമായ സാന്നിധ്യമില്ലാതെ ഒരു മൂലക്കിരിക്കുകയില്ല. എവിടെ യഹോവയുടെ കൈയുണ്ട് അവിടെ ഒരു പുസ്തകമുണ്ട്, അവിടെ ഒരു പുറപ്പാടുണ്ട്, അവിടെ ചേർന്നിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു വണ്ടി സ്റ്റാർട്ടാക്കി അതിന് ഗിയറിട്ടാൽ പിന്നെ വണ്ടി നിൽക്കുകയില്ല. ക്ലച്ച് എടുക്കുന്നതനുസരിച്ച് വണ്ടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. എന്തൊക്കെ വന്നാലും ആ വണ്ടിക്ക് എന്ന പ്രശ്നം ആ ഓടിക്കുന്ന ഡ്രൈവർ അതിനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും. അപ്രകാരം തന്നെ യഹോവയുടെ കൈ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, യഹോവയുടെ സാന്നിധ്യത്താലാണോ നമ്മളെ വിളിക്കപ്പെട്ടതെങ്കിൽ, യഹോവയുടെ അരുളപ്പാടുകളാണോ നമ്മളിവിടെ വന്നതെങ്കിൽ, ദൈവം വിശ്വസിക്കും ദൈവം ജീവനുള്ളവനാണെങ്കിൽ, ഇത് മകൾക്ക് ദൈവത്തെ നമ്മൾ വിളിച്ചു പറയുന്നു. ആ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പുറപ്പാട് തരാൻ പോവുകയാണ്. ഒരിടം ജീവിക്കാനല്ല ദൈവം നമ്മൾ വിളിച്ചത്. നമുക്കൊരു പുറപ്പാട്, നമുക്കൊരു ചലനമുണ്ട്. അപ്പൊ യഹോവയുടെ ആത്മാവ് എവിടെയുണ്ട് അവിടെ ഒരു ചലനമുണ്ട്. അതാ ദൈവത്തിന് വിളിച്ചു പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ബന്ധനമല്ല. അപ്രകാരം ഈ പകർക്കാലം ദൈവാത്മാവിന്റെ ഒരു
കാര്യം വിളിച്ചു പറയട്ടെ, യഹോവയുടെ സാന്നിധ്യം എവിടെയുണ്ട് അവിടെ ബന്ധനമല്ല, ഒരു പുറപ്പാടുണ്ട്. അവിടെ ചിലർക്ക് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. എന്ന് ദൈവത്തിന് വചനം നമ്മൾ പഠിക്കുമ്പോൾ പല സ്ഥാനത്ത് യഹോവയുടെ ആത്മാവിനെ, യഹോവയുടെ കൈയാൽ പലരും പുറപ്പെട്ടതായി കാണുവാൻ കഴിയുന്നു. ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. ഒന്ന് ദിനവൃത്താന്തങ്ങൾ വായിക്കണം. 1 പുസ്തകം 30-ാം അധ്യായം 12-ാം വാക്യം വായിക്കും. ഇപ്രകാരം കാണുന്ന യഹോവയുടെ കൈ എന്റെ മേലുള്ളത് കൊണ്ട് അവർ ഐക്യ മധ്യത്തോടെ അവർ ചെയ്ത പ്രവൃത്തിയൊക്കെയും സാധിക്കേണ്ടത്. രണ്ടാമത് ഇപ്രകാരം കാണുന്നു. എസ്രായേൽ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യമായി ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. യഹോവയുടെ കൈ നമുക്ക് അനുകൂലമായി ഉള്ളത് കൊണ്ട് നാം ചെയ്തെടുക്കാൻ സാധിക്കും. ഒന്ന്, യഹോവയുടെ കൈ നമ്മുടെ കൂടെ ഉണ്ടതുകൊണ്ട് രാജാക്കന്മാർ നമുക്ക് അനുകൂലമായി. 2, പ്രഭുക്കന്മാർ നമുക്ക് അനുകൂലമായി. 3, ശാസ്ത്രിമാർ എല്ലാം ദേശത്തിലെ പ്രഭുക്കന്മാർ നമുക്ക് അനുകൂലമായി. മറ്റൊന്നുകൊണ്ടുമല്ല, യഹോവയുടെ കൈ നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട്. അടുത്ത കാലം കഴിയുന്നു. എസ്രായേൽ പുസ്തകം 7-9 ഇപ്രകാരം കാണുന്നു. യഹോവയുടെ കൈ നമുക്ക് അനുകൂലമായുള്ളത് കൊണ്ട് എതിരായിരുന്നവരെല്ലാം അനുകൂലമായി. അതിന്റെ അടുത്ത നഹൂം പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം വായിക്കും പ്രകാരം കാണുവാൻ കഴിയുന്നു. യഹോവയുടെ കൈ നമ്മുടെ മേലുള്ളത് കൊണ്ട് നാം എഴുന്നേറ്റ് പണിയും. അപ്പൊ നമ്മുടെ മേൽ യഹോവയുടെ കൈ ഉണ്ടെങ്കിൽ നാം ഇരിക്കുകയല്ല, നാം എഴുന്നേറ്റാൻ തുടങ്ങും. നാം എഴുന്നേറ്റാൽ പിന്നെ ഒതുക്കുകയല്ല, നമ്മൾ എഴുന്നേറ്റ് ചേർന്ന് പണിയും. എപ്പോൾ യഹോവയുടെ കൈ നമ്മുടെ മേലുണ്ട്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നു. യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുത്തി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെയുണ്ട്, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. യഹോവയുടെ ആത്മാവിനാൽ ആര് നയിക്കപ്പെടുന്നു അവിടെ ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടും. ദൈവിക സ്വാതന്ത്ര്യം ഉള്ളിടത്ത് പിന്നെ ബന്ധനമല്ല, പിന്നെ കെട്ടുകളല്ല, ഒരു വിടുതൽ അവിടെ വെളുക്കുന്നവരുടെ വളരെയേറെ കണ്ണുകളിൽ മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ കൈയാൽ പുറപ്പെടുവിച്ച വ്യക്തി എവിടെയുണ്ട്? അവ യഹോവയുടെ ആത്മാവിനാൽ നിറയപ്പെട്ടൊരു വ്യക്തി എവിടെയുണ്ട്? അവിടെ പിന്നെ ബന്ധനമല്ല, അവിടെ പിന്നെ കെട്ടപ്പെട്ട അവസ്ഥകളല്ല. അവിടെ യഹോവയുടെ ആത്മാവിനാൽ പുറപ്പെടുവിച്ചവരുടെ ബിസിനസ്സോ മുന്നോട്ടുള്ള ജോലി കാര്യങ്ങളോ തടയപ്പെടുന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. മറ്റൊന്നുമല്ല, വെളിപ്പാട് പുസ്തകം 3-8 ഇപ്രകാരം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, നീ എന്റെ വചനം കാത്തതുകൊണ്ട് ഞാൻ നിന്റെ മുന്നിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എന്നിട്ട് ആർക്കും അടഞ്ഞുകൂടാ. അത് നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിൽ നീ എന്റെ വചനം കാത്തു. അപ്പോൾ ആത്മാവിനാൽ വിളിക്കപ്പെടുന്നവൻ, യഹോവയുടെ വചനം കാക്കുന്നവന് എതിരായി നിൽക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. യഹോവയുടെ ആത്മാവിനാൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എതിരായി നിൽക്കുവാൻ ഒരു ശത്രുവിനെ കൊണ്ടനും കഴിയുകയില്ല. മറ്റൊന്നുമല്ല, കാരണം യഹോവയുടെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. രാജാവ് കർത്താവ് എന്ന് നമ്മൾ അല്പം മുമ്പ് കേട്ടതുപോലെ രാജാവായവൻ കർത്താവായവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രതികൂലങ്ങളല്ല നമുക്ക് വിഷയം, പ്രശ്നങ്ങളല്ല നമുക്ക് വിഷയം. അതിനെ മധ്യേ നമുക്ക് എഴുന്നേൽക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ വിഷയം. യഹസ്യ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിനാൽ പുറപ്പെടുവിക്കപ്പെട്ടപ്പോൾ യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ചു. അവൻ എവിടെ നിൽക്കുകയായിരുന്നു? താഴ്വരയുടെ നന്മ നിൽക്കുകയാണ്. പ്രകാരമാണ് കാണാൻ കഴിയുന്നത്. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. യഹോവയുടെ ആത്മാവിനാൽ പുറപ്പെടുവിക്കപ്പെട്ടവൻ, യഹോവയുടെ കൈ കൂടെയുള്ളവൻ എവിടെ വന്ന് നിൽക്കുന്നു? താഴ്വരയുടെ നടുവിൽ, അസ്ഥികളുടെ നടുവിൽ. അനേക വർഷത്തിന്റെ പാരമ്പര്യം പറയാനുള്ള ഉണങ്ങി കൊട്ട പിടിച്ചു പോയ അസ്ഥികളുടെ നടുവിലാണ് നിൽക്കുന്നത്. നാം നിൽക്കുമ്പോൾ യഹോവയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നാം ഒന്നും കണ്ടിരുന്നു വന്നേക്കാം. എല്ലാം ശൂന്യത മാത്രമേ കണ്ടുപോകുന്നു വന്നേക്കാം. എല്ലാം കാര്യം ചെയ്യുന്നതെല്ലാം ദോഷമായി തീർന്നു വന്നേക്കാം. ചെയ്യുന്നതെല്ലാം തോൽവിയായി തീർന്നു വന്നേക്കാം. ഒന്നും നാം മറക്കരുത്. യഹോവയുടെ കൈയാലാണോ നാം വന്നത്? യഹോവയുടെ അരുളപ്പാടുകളാണോ നാം വന്നത്? ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ടാണോ നാം വന്നത്? അപ്രകാരമെങ്കിൽ യഹോവ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ അസ്ഥി ഉണങ്ങി കണ്ടേക്കാം, ഇപ്പോൾ അസ്ഥികളെല്ലാം നശിച്ചു കണ്ടേക്കാം, ഇപ്പോഴൊരു ഉന്നമനവും എവിടെ കണ്ടില്ലെന്ന് വന്നേക്കാം. ഏറ്റവും ഉണങ്ങിയ അവസ്ഥകളായിരിക്കാം. എന്നാൽ ലോകകാലം 51-ാം അധ്യായത്തിന്റെ 8 പ്രകാരം വിളിച്ചു പറയുന്നു, നീ ഒഴിച്ച അസ്ഥികൾ ഉയർത്തി. അനേക നാളുകളാ ദൈവത്തിന്റെ പയ്യലെ അസ്ഥിക്കൂമ്പാരങ്ങൾ നടുവിൽ നിൽക്കുന്ന അസ്ഥിക്കൂമ്പാരങ്ങൾ നടുവിൽ നിൽക്കുന്ന ദൈവസഭയോട്, ശൂന്യയുടെ നടുവിൽ നിൽക്കുന്ന ദൈവ സഭയോട് പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ ഒഴിച്ച അസ്ഥികൾ. യഹോവയായ കർത്താവാണോ നമ്മളെ നടുവിൽ കൊണ്ടുവന്നത്, ഈ ശൂന്യത നടുവിൽ കൊണ്ടുവന്നത്? എന്നാണെന്ന് നീ ഓർക്കുക. യഹോവയാൽ വിളിക്കപ്പെട്ടവൻ എവിടെയുണ്ട് അവിടെ അനുഗ്രഹമുണ്ട്. യഹോവയുടെ ആത്മാവ് എവിടെയുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അല്പനിമിഷത്തെ കഷ്ടമാണ് നമ്മുടെ വിഷയം, ആ നിത്യ ആനന്ദമാണ് നമ്മുടെ വിഷയം. അതാണ് എന്റെ പാട്ടുകാരൻ വിളിച്ചു പറയുന്നത്. ആ നിത്യ ധനം ഓർത്തിടുമ്പോ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഈ ലോകത്തിലെ കണ്ണുനീരുകൾ സാരമില്ല. അതല്ല എന്റെ വിഷയം, നിത്യ ധനമാണ് നമ്മുടെ വിഷയം. ഏഷ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നത് 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഒന്ന്,
യഹോവയെ കർത്താവ് താഴ്വര നടുവിൽ നിർത്തിക്കൊണ്ട് പ്രവാചകൻ പ്രകാരം വിളിച്ചു പറയുന്നു, ഈ മൃതന്മാർ ജീവിക്കും. അടുത്തത് ശവങ്ങൾ എഴുന്നേൽക്കും. മൂന്നാമത് പ്രകാരമാണ് പൊടിയിൽ കിടക്കുന്നവർ ഉണർന്ന് ഘോഷിക്കും. നമ്മളിപ്പോൾ ഈ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ മൃതന്മാരായി ശവക്കുഴിക്കകത്ത് അടക്കപ്പെട്ട അവസ്ഥയായിരിക്കും. ഒരു പ്രതീക്ഷയും ഒരു വഴിയും നമ്മൾ കണ്ടില്ലെന്ന് വന്നേക്കാം, ഒരു പ്രതീക്ഷയ്ക്കും വഴി കണ്ടില്ലെന്ന് വന്നേക്കാം. എന്നാൽ നമുക്ക് കാലം ആത്മാവാം ദൈവം വിളിച്ചു പറയുന്നത്, യഹോവയുടെ ആത്മാവിനാലാണോ പുറപ്പെടുന്നത്, യഹോവയുടെ കൈ നിന്റെ കൂടെ ഉണ്ടോ? എന്നാൽ നമുക്ക് കാലം ഇപ്പോഴത്തെ അവസ്ഥയുടെ ദൈവത്തിന് വിഷയമല്ല. 38 വർഷമായി കുളത്തിന്റെ കരയിൽ കിടന്ന വ്യക്തിയെ നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ആ വ്യക്തിയുടെ അരികിലേക്ക് യേശു കടന്നു വന്നിട്ട് ഒന്ന് ചോദിച്ചു, എനിക്ക് സൗഖ്യമാകാൻ മനസ്സില്ല. അവൻ പറഞ്ഞു, കർത്താവേ എനിക്ക് സൗഖ്യമാകാൻ മനസ്സാ, പക്ഷേ എന്നെ ഇതിനകത്ത് എഴുതിടുവാനായിരുന്നു. എന്റെ യേശുവിന്റെ ചരിത്രം കേൾക്കേണ്ട നാം എവിടെ ആയിരുന്നു, എങ്ങനെ നമ്മുടെ സിറ്റുവേഷനുകൾ ആയിരിക്കുന്നു, എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശു ഒന്ന് മാത്രം ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സിലുണ്ടോ? തുറന്നിച്ചാടുന്ന ചരിത്രമെന്റെ യേശുവിന് കേൾക്കണ്ട, അല്ലെങ്കിൽ വെള്ളിക്കാശ് കൊടുക്കുന്ന ചരിത്രമെന്റെ യേശുവിന് കേൾക്കണ്ട, എവിടൊക്കെ നീ മുട്ടിൽ ഇഴഞ്ഞുവെന്ന ചരിത്രമെന്റെ യേശുവിന് കേൾക്കണ്ട, എവിടെയൊക്കെ നല്ല ജീവനില്ലാത്തതിന് പുറകെ ഓടിയെന്നുള്ള ചരിത്രമെന്റെ ദൈവത്തിന് കേൾക്കണ്ട. ഇന്ന് വക എന്റെ യേശുവിന് ഒന്ന് മാത്രം കേട്ടാൽ മതി, സൗഖ്യമാകാൻ മനസ്സുണ്ടോ, മടങ്ങി വരാൻ മനസ്സുണ്ടോ, ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ മനസ്സുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാലം പിന്നെ നീ കിടക്കേണ്ടി വരികയില്ല. എന്നാൽ നീ ആ പഴയ കിടക്കയിൽ കിടക്കേണ്ടി വരികയില്ല, ഇനി ആ പഴയ ബെഡിൽ കിടക്കേണ്ടി വരികയില്ല. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് എവിടെയുണ്ട് അവിടെ ജീവനുണ്ട്. ലാസറിന്റെ കണ്ടതിൽ വന്ന യേശുവിന് മുമ്പാകെ മാർത്തയും മറിയയും കരയുകയാണ്, ദൈവമേ യേശു കർത്താവിന്റെ സഹോദരൻ മരിച്ചുപോയി. ജീവനായവൻ വന്നിടത്ത് മരണമായവൻ മരിച്ചു കിടന്ന അവസ്ഥകളെ നോക്കി അവർ വേവലാതിപ്പെടുന്നു. യേശു കർത്താവ് ഒന്ന് വിളിച്ചു പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ എവിടെയുണ്ട് അവിടെ ജീവൻ നിൽക്കും. സഹോദരന്മാർ വിളിച്ചു പറഞ്ഞു, അതേ ഗുരുവേ ഞങ്ങൾ അവൻ പുനരുദ്ധാരണത്തിന്റെ ദിവസം അവൻ എഴുന്നേൽക്കും. യേശു പറയില്ല, ഇന്ന് നീ ഇന്നലെ വരെയുള്ള ശൂന്യതകൾ 3 ദിവസമായ 4 ദിവസമായ മാറ്റവരാൻ യേശുവിന് കേൾക്കേണ്ടത്. ഇന്ന് പകൽക്കാലം മാറ്റത്തെ മാറ്റി ജീവൻ തരുന്നവനാണ് യേശു. നിരാശകളെ മാറ്റി ജീവൻ തരുന്നവനാണ് യേശു. നിന്ദകളെ മാറ്റി ജീവൻ തരുന്നവനാണ് യേശു. അതാ ദൈവത്തെ വിളിച്ചു പറയുന്നത്, ആ ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാ. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാ. പഴയതിന്റെ ചരിത്രമെന്ന് യേശുവിന് കേൾക്കണ്ട, യേശുവിന് കേൾക്കുന്ന അവന്റെ പുതിയ അവസ്ഥയാണ്. അതാ യേശു പ്രവാചകൻ നടുവിൽ നിന്നുകൊണ്ട് പ്രതികൂലങ്ങൾ നടുവിൽ നിൽക്കുന്ന പ്രവാചകൻ, പ്രതിസന്ധികൾ നടുവിൽ നിൽക്കുന്ന പ്രവാചകൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, അതെ യഹോവ നമ്മുടെ കൂടെയുണ്ട്, യഹോവയുടെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ആര് സംഗീത പ്രകാരം വിളിച്ചു പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നു, സർവശക്തന നിലയം കീഴ്പ്പാക്കി. അതിന്റെ ഇംഗ്ലീഷ് വാചക പ്രകാരമാണ്, ആര് ദൈവത്തിന്റെ സ്പീക്കർ പ്ലേസ് കണ്ടുപിടിക്കാൻ ഇടയായിരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ അരികിൽ വന്നുകൊണ്ട് ആ ദൈവത്തിന്റെ സ്പീക്കർ പ്ലേസ്, അല്ലെങ്കിൽ രഹസ്യ സ്ഥലം, ആ അത്യുന്നതന്റെ മറവ് ആര് കണ്ടുപിടിക്കുന്നു, അവന് യഹോവ സങ്കേതവും ബലവുമായി നൽകുന്നതിനെയായിരിക്കും. ആ പ്രതികൂലങ്ങളല്ല അവന്റെ വിഷയം, ആ അത്യുന്നതനായ ദൈവത്തിന്റെ ആ സീക്രട്ട് പ്ലേസ് അവന്റെ വിഷയം. എത്ര പേര് പകൽക്കാലം വിശ്വസിക്കുന്നു? അത് ദൈവത്തിന്റെ പൈതലെ നാം വന്നിരിക്കുന്ന റൈറ്റ് പ്ലേസിലാണ്, നാം വന്നിരിക്കുന്ന റോങ് പ്ലേസിലല്ല. അല്ലെങ്കിൽ നമ്മുടെ വഴി ഇപ്പോൾ റോങ് വേ അല്ല, നമ്മൾ പോകുന്നത് റൈറ്റ് വേ. ഇപ്പോൾ ആ റൈറ്റ് വേക്കകത്ത് പല വിധത്തിലുള്ള കുഴികളും കുണ്ടുകളും കണ്ടേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ഒന്ന് മനസ്സിലാക്കുക, ആ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടന്മാർ വിട്ടാലും നാം പുഷ്ടിയായി ജീവിക്കും. മറ്റൊന്നുകൊണ്ടുമല്ല, യഹോവ നമ്മുടെ കൂടെയുണ്ട്. ആ യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ അടുത്ത ഭാഗം പറഞ്ഞ അതിന്റെ 7-ാം വാക്യമായി ഇപ്രകാരം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. 7-ാം വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ആരും പകൽക്കാലം ഒരു തീരുമാനമായിട്ടെടുക്കേണ്ടതായിരുന്നു. യഹോവയോട് എന്ന് പറയുന്നു, അപ്രകാരം ഞാൻ ചെയ്യുന്നത്. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത്? എന്താണ് ദൈവത്തിന്റെ ആത്മാവിനാൽ എനിക്ക് നടത്തപ്പെടുവാനുള്ളത്? എന്താണ് ദൈവിക നിയോഗം? അപ്രകാരം ഞാൻ ചെയ്യാൻ പോകുകയാണ്. ആ പ്രവാചകൻ നിർത്തിയത് താഴ്വര അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഒരു ജീവന്റെയും പ്രതീക്ഷയില്ലായിരുന്നു. അവിടെ വായിക്കുന്ന ഏറ്റവും ഉണങ്ങിയ അസ്ഥികളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ ഇംഗ്ലീഷ് പരിഭാഷ ഡ്രൈ ബോൺസ് എന്ന് അവിടെ കാണുവാൻ കഴിയുന്നത് ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ. ഒരു പ്രതീക്ഷയില്ലാത്ത അസ്ഥിക്കും
തൂക്കുമാരൻ നടുവിൽ നിൽക്കുന്ന പ്രവാചകനോട് ദൈവം വിളിച്ചു പറയുന്നു, ഈ അസ്ഥികൾ ജീവിക്കേണ്ടതിന്. ഏതസ്ഥികൾ? ഉണങ്ങിയ അസ്ഥികൾ, പ്രതീക്ഷയിലെ നാം വിധി എഴുതിയ അസ്ഥികൾ, എന്നെ ഒരു ആശയമില്ല നാം വിധി എഴുതിയ അസ്ഥികൾ, ഇനി എഴുന്നേൽക്കത്തില്ല നാം വിധി എഴുതിയ അസ്ഥികൾ, ഇനി ഒരു രക്ഷയില്ല എന്ന് നാം വിധി എഴുതിയ അസ്ഥികളെ നോക്കി ദൈവത്തിനങ്ങ് വിളിച്ചു പറയുന്നു, ഈ അസ്ഥികൾ പ്രതീക്ഷയിലെ അസ്ഥികൾ, ലോകത്തിന് മുമ്പാകെ ചോദ്യചിഹ്നമായ അസ്ഥികൾ, ലോകത്തിന് മുമ്പാകെ ഒരു വിധത്തിലും വിടുതലില്ലെന്ന് ലോകം വിധി എഴുതിയ അസ്ഥികൾ, ഈ അസ്ഥികൾ നോക്കി എന്നെ പ്രവാചകൻ വിളിച്ചു പറയുന്നു. 5-ാം വാക്യം വായിക്കും. 5-ാം വാക്യം. യഹോവയായ കർത്താവ് ഈ ഉണങ്ങിയ അസ്ഥികളോട്, പ്രതീക്ഷയില്ലാത്ത അസ്ഥികളോട്, അറ്റുപോയ അസ്ഥികളോട് ഇപ്രകാരം അർത്ഥം ചെയ്യുന്നു. അടുത്ത പകർക്കാരൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ഞാൻ ശ്വാസം. ആ സൃഷ്ടിതാവായ കർത്താവ് ഇന്ന് പകർക്കാരൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ജീവിക്കാൻ പോകുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥകൾക്ക്, ഇപ്പോഴത്തെ ബിസിനസിന്റെയോ കണ്ടുകൊണ്ട് നാം ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ അതിന്റെ പരിമിതി കണ്ടുകൊണ്ട് ഒരു പ്രതികൂലം കണ്ടുകൊണ്ട് നാം ഭയപ്പെടേണ്ട. സർവശക്തിയുള്ള ദൈവം വിളിച്ചു പറയുന്നു, അതെ, ഈ അസ്ഥികൾ ജീവിക്കാൻ പോകുകയാണ്. ഏതസ്ഥികൾ? ഉണങ്ങിയ നാം വിധിയെഴുതിയ, പ്രതീക്ഷയിലെ നാം വിധിയെഴുതിയ അസ്ഥികൾ, അതേ അസ്ഥികളെ നോക്കിക്കൊണ്ട് ദൈവത്തെ വിളിച്ചു പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ എത്ര തീരുമാനമെടുക്കുന്നത്. എന്നോട് ദൈവം എന്താ പറഞ്ഞത്, എന്നോടുള്ള പ്രോമിസെന്ത, എന്നോടുള്ള വാഗ്ദത്തമെന്ത, അതിന് പകരക്കാലം ഞാൻ നിറവേറാൻ പോകുക. അപ്രകാരം ഞാൻ കൽപ്പിക്കാൻ പോകുക. ശത്രുവിന്റെ മുമ്പിൽ നിന്നേക്കാം, അതാണ് എന്റെ വിഷയം. എന്താണ് ദൈവവചനത്തിലൂടെ ദൈവാത്മാവിനോട് ഇടപെട്ടത്, എന്താണ് എന്റെ കർത്താവിനോട് സംസാരിച്ചത്, ഇന്ന് പകരക്കാലം അതിന്റെ വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുത്ത് പറയാൻ പോകുകയാണ്. മരണമെന്ന് ലോകവിധി എഴുതുമ്പോൾ ആ മരണത്തെ നോക്കിക്കൊണ്ട് എന്നെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ നിന്റെ ദൈവം, പാതാളത്തെ നോക്കിക്കൊണ്ട് പാതാളമേ നിന്റെ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് വെല്ലുവിളി മുഴക്കവൻ ആര് തയ്യാറുണ്ട്? അവർക്ക് വേണ്ടി അതിനടുത്ത് പറഞ്ഞു വളരെ വേണം. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം. അപ്പോൾ ദൈവം നമ്മളോട് കൽപ്പിച്ചത് നാം പറയാൻ തുടങ്ങിയാൽ ചില ചലനങ്ങൾ നാം കാണുകയുണ്ടായിരുന്നു. യഹോവ നമ്മളോട് എന്താണ് പറഞ്ഞത്, ദൈവിക വാഗ്ദത്തം എന്താണ്, ദൈവിക അരുളപ്പാടുകൾ എന്താണ്, നാം അത് ഉരുവിടാൻ തുടങ്ങും. അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം നമ്മളെ എടുത്ത് പറയാൻ തുടങ്ങുമ്പോൾ എപ്രകാരം നമ്മളൊരു വാക്കുള്ള സ്പീക്കർ എന്ന് പറയാൻ അദ്ദേഹം എന്തോ വരും, എക്കോ. അപ്രകാരം അതുപോലെ തന്നെ ദൈവാത്മാവ് എന്താണ് നമ്മളോട് പറഞ്ഞത്, അത് നമ്മൾ എക്കോവായി പിന്നെയും നമ്മുടെ ഹൃദയത്തിൽ ഉരുവിടണം. അപ്രകാരമെങ്കിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. യഹോവയോട് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി, ഒരു മുഴക്കമുണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. ലോകം പറയുന്നു ഈ അസ്ഥി യോജിക്കത്തില്ല, ലോകം പറയുന്നു ഈ അസ്ഥി ജീവിക്കത്തില്ലെന്ന്, ലോകം പറയുന്നു ഈ അസ്ഥി എഴുന്നേക്കത്തില്ലെന്ന്, ലോകം പറയുന്നു ഈ അസ്ഥി ഉണങ്ങിപ്പോയതാ, ഞരമ്പില്ല, തൊക്കില്ല, ശരീരമില്ല, ഒരു വിധത്തിലും രക്ഷപ്പെടുവാൻ ഒരു വിധയും ഒരു വിധം രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ അതേ അസ്ഥിയെ നോക്കിക്കൊണ്ട്, വിധി എഴുതിയ അസ്ഥികളെ നോക്കിക്കൊണ്ട്, ലോകം ചോദ്യം ഉയർത്തിയ അസ്ഥികളെ നോക്കിക്കൊണ്ട് ദൈവത്തിനാണ് വിളിച്ചു പറയുന്നു, ഒരു മുഴക്കമുണ്ടായി. ഒരു ദൈവ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്നു, ഒരു ദൈവിക സാന്നിധ്യം ഇവിടെ വെളിപ്പെടുന്നു. അവിടെ എന്നും കാണാൻ പോകുകയാണ്, ചിലത് യോജിക്കാൻ പോകുകയാണ്. ചിലർ വിശ്വസിക്കുന്നു. ഇന്നു പകരം ദൈവാത്മാവ് പറയുന്നു, ഇന്നു പകർക്കാല ചില യോജിക്കാത്ത അസ്ഥികൾ ദൈവാത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങൾ യോജിക്കാൻ പോകുകയാണ്. അനേക നാളുകളെ യോജിക്കുമോ എന്ന് ചോദിച്ച് കൊണ്ടിരിക്കുന്ന അതേ അസ്ഥികളെ നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറയുന്നു, ഈ 2010 പ്രാരംഭ മാസങ്ങൾ, അതെന്ന് പറയാം 1-2 മാസങ്ങൾക്കകം തന്നെ ചില അസ്ഥികൾ യോജിക്കാൻ പോകുകയും ചോദ്യം ഉയർത്തി ചില അസ്ഥികൾ യോജിക്കത്തില്ല, ഒരു രക്ഷയുമില്ല, ഉണങ്ങിപ്പോയെന്ന് പറയുന്ന അതേ അസ്ഥികൾ കൊണ്ട് തന്നെ അതേ വൃക്ഷത്തിലൂടെ തന്നെ ദൈവം ഫലം തരാൻ പോകുകയാണ്. അതേ അസ്ഥികൾ യോജിച്ചെടുത്ത ഫലം പിന്നെ ഞാൻ നോക്കി. അടുത്തത് കാണുന്നു ഉണങ്ങിയ അസ്ഥികൾ. നമ്മൾ ആ അസ്ഥിയുടെ അവസ്ഥ മനസ്സിലാക്കണം. ആ താഴ്വരെ കിടക്കുന്ന ആ അസ്ഥിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതേ അവസ്ഥയിൽ കിടക്കുന്ന അസ്ഥിയോട് ദൈവാത്മാവ് മകൾക്കാലം വിളിച്ചു പറയുന്നു, എന്തൊക്കെ വരാൻ പോകുക ഇപ്പോൾ അസ്ഥി, തൊക്ക്, ഞരവും മാംസവും വന്നു. പിന്നെ അസ്ഥികൾ ഇപ്പോൾ എപ്പിടിരിക്കുന്ന ഒരു 10 കൂട്ടം സാധനം, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ചെറിയ അവസ്ഥ, ഈ ഒരു തടി മുറിച്ചാൽ അതിന് 10 ഭാഗമായാൽ അത് യോജിപ്പിച്ചാൽ അതിനകത്ത് എന്തോ വരും, ചേർച്ച വരും. അതത്ര പെർഫെക്റ്റായ രീതിയിൽ യോജിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തെ നമ്മൾ വിളിച്ചു പറയും,
സൃഷ്ടിതാവായ ദൈവം വിളിച്ചു പറയുന്നു, ക്രിയേറ്ററായ ദൈവം വിളിച്ചു പറയുന്നു. ആ ഉണങ്ങിയ അസ്ഥികളുടെ മേൽ അസ്ഥിയോട് വന്ന് ചേർന്നു. രണ്ട്, ത്വക്ക്, മാംസം, ശരീരം എല്ലാം കൂടെ വന്ന് പൊതിഞ്ഞു അതിൽ മനുഷ്യനാണ്. അസ്ഥിയെന്ന് ലോകം വിധിയെഴുതിയതാണ്. ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് ലോകം വിധിയെഴുതിയത്. എന്നാൽ ആ വിധിയേറ്റ് നടുവിൽ നിന്നുകൊണ്ട് ദൈവം വിളിച്ചു പറയുന്നു. അതേ പ്രതികൂല നടുവിൽ നിന്ന് ദൈവം വിളിച്ചു പറയുന്നു. അതെ, അതിനൊരു ത്വക്ക് വരാൻ പോകുകയാണ്, ഞരമ്പ് വരാൻ പോകുകയാണ്, മാംസം വരാൻ പോകുകയാണ്, അവർ എഴുന്നേൽക്കാൻ പോകുകയാണ്. എത്ര ലോകക്കാലം വിശ്വസിക്കുന്നു? ആ അസ്ഥിയെ നോക്കുമ്പോൾ ദൈവം വിളിച്ചു പറയുന്നു, അതേ അസ്ഥി തന്നെ ഈ ദിവസം എഴുന്നേൽക്കാൻ പോകുകയാണ്, അതേ അസ്ഥി തന്നെ ഈ ദിവസം എഴുന്നേൽക്കാൻ പോകുകയാണ്. അതിന്റെ 11-ാം വാക്യം വായിക്കാം. അടുത്തത് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഈ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. അടുത്തത് അവരുടെ അവസ്ഥകൾ അവർ പറയുക, ആ അസ്ഥിയുടെ അവസ്ഥ പറയുക, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയതായിരുന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നതായിരുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞതായിരുന്നു. ആ അസ്ഥിയുടെ അവസ്ഥ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഞങ്ങളുടെ അസ്ഥികൾക്ക് ഭംഗം വന്നതായിരുന്നു, ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അസ്ഥികൾ ഉണങ്ങിയതായിരുന്നു, ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വന്നതായിരുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞതായിരുന്നു. എന്നാൽ ആ അസ്ഥിയെ നോക്കിക്കൊണ്ട് ലോകം പറയുന്നു, നീ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയതോ അല്ലെങ്കിൽ നീ പെന്തക്കോസ്തിൽ പോയത് കൊണ്ട് നിന്റെ അസ്ഥി ഉണങ്ങത്തേ ഉള്ളൂ. ലോകം പറയുന്ന നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ലോകം പറയുന്ന നീ രക്ഷപ്പെടുകയില്ല എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു. അസ്ഥിയെ ഇന്ന് പകർത്താൻ നീ യഹോവയുടെ വചനമാണോ കേട്ടത്? ദൈവവചന പ്രകാരമാണോ നീ എഴുന്നേറ്റത്? ഈ വിശ്വസിക്കുന്ന ജീവനുള്ള വചനത്തിനാണോ നീ വിശ്വസിക്കുന്നത്? അപ്രകാരം ഒരു യോജിപ്പുണ്ടാകാൻ പോവുകയാ. ഒരു ദൈവിക പ്രവൃത്തി, ഒരു ദൈവിക അത്ഭുതം എവിടെ കാണാൻ പോവുകയാ? യോജിപ്പില്ലാത്തിടത്ത്, ഉണങ്ങിയിടത്ത്, നഷ്ടപ്പെട്ടിടത്ത്, കഴിഞ്ഞു പോയിടത്ത് ഇന്ന് പകർത്താൻ ദൈവം വിളിച്ചു പറയുന്നു, അല്ല ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് പറയുന്നില്ല. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആരും നിന്നെ ശക്തിക്കും, ഞാൻ നിന്നെ ശക്തിക്കും, ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നു. അതാണ് ഇന്ന് വായിച്ചു യഹോവ എന്റെ സങ്കേതവും ബലവുമാകുന്നു. ഇന്ന് പകർത്താൻ ലോകമല്ല എന്റെ സങ്കേതവും ബലവും, അല്ലെങ്കിൽ ലോകത്തിലെ പണമല്ല എന്റെ സങ്കേതവും ബലവും, അല്ലെങ്കിൽ എന്റെ സാമർഥ്യമല്ല, അല്ലെങ്കിൽ എന്റെ പണം, എന്റെ അവസ്ഥകളല്ല എന്റെ സങ്കേതവും ബലവും. യഹോവ എന്റെ സങ്കേതവും ബലവുമാകുന്നു. അതുകൊണ്ടാണ് കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത് തുണ. താഴ്ച വായിച്ചിരിക്കുന്നത് അതിലെ 13-ാം ഭാഗം വായിക്കാം. അടുത്തത് ശവക്കുഴി കിടക്കുന്ന അതേ അസ്ഥി എവിടെ കിടക്കുകയില്ല, ശവക്കുഴിക്കകത്ത് കിടക്കുക. ശവപ്പറമ്പിനകത്ത് ഒരു പ്രതീക്ഷയില്ലാതെ നശിച്ചുപോയ അസ്ഥിയെ നോക്കി പ്രവാചകൻ പറയുകയാണ്, ശവക്കുഴികൾ കിടക്കുന്ന അസ്ഥികളെ നോക്കി എന്താണ് പറയുന്നത്? അങ്ങനെ എന്റെ ജനമേ, ഞാൻ ആരുടെ ശവക്കുഴി, നിങ്ങളുടെ ശവക്കുഴി തുറക്കാൻ പോകുകയാണ്. ഇപ്പൊ ശവക്കുഴിക്കകത്തുനിന്ന് ഒരു മനുഷ്യൻ പുറത്തു വരുന്ന ഒരു മിറക്കിൾ നടക്കണം, ഒരു മാർവലസായ ഒരു മിറക്കിൾ അവിടെ നടക്കണം, ഒരു ഭയങ്കരമായ ഒരു അതിശയകരമായ അത്ഭുതം അവിടെ നടക്കണം. ആ അത്ഭുതം കണ്ണാൽ കണ്ടുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുക, അസ്ഥിയെ നീ ശവക്കുഴിക്കകത്തായിരിക്കാം, പ്രതീക്ഷ അസ്തമിച്ചെന്ന് വന്നേക്കാം, പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കാം. ആ ശവക്കുഴി കിടക്കുന്ന അസ്ഥികളെ നോക്കി പ്രവാചകൻ വിളിച്ചു പറയാം, ശവമേ, ആ അസ്ഥികൾ നടുവിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ കയറ്റുമ്പോൾ. അടുത്തത് യഹോവയെ ആരറിയാൻ പോകുകയാണ്, നാം അറിയാൻ പോകുകയാണ്. എന്റെ ജീവനുള്ള ദൈവം ആരറിയാൻ പോകുകയാണ്, നാം അറിയാൻ പോകുകയാണ്. അസ്ഥികൾ ശവക്കുഴിക്കകത്തുനിന്ന് കയറുമ്പോ യഹോവ ഞാൻ ആര് എന്ന് നിങ്ങൾ അറിയും. എത്ര പേർ ഉപകാരം വിശ്വസിക്കുന്നു? യഹോവ ആരും ഈ പങ്കും അറിയാൻ പോകുകയാണ്. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ള ലോകം അറിയാൻ പോകുകയാണ്. ഇപ്പോഴും പക്ഷെ ഞാൻ അതിന് ഉപ്പാമനെ കണ്ടപ്പോൾ എനിക്കും ഒരുപാട് വേദനയുണ്ടായി. എന്നാൽ ഇന്ന് പകർത്താതെ ഞാൻ ആത്മാവിന്റെ നിറവിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനം ഞാൻ വിശ്വസിക്കുന്നു. യഹോവ ആര് എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ എന്നുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് പകർത്താവിന്റെ കാതിൽ മുഴങ്ങുന്നു. അസ്ഥികൾ ജീവിക്കുമോ എന്ന് ലോകം ചോദിക്കുമോ? അതേ അസ്ഥിയെ നോക്കിക്കൊണ്ട്, അതേ അവസ്ഥകളെ നശിച്ച് നോക്കിക്കൊണ്ട്, അതേ ഞരമ്പും ഇല്ലാത്ത അവസ്ഥകളെ നോക്കിക്കൊണ്ട്, തൊക്കില്ലാത്ത അവസ്ഥകളെ നോക്കിക്കൊണ്ട്, കുച്ചിയില്ലാത്ത അവസ്ഥകളെ നോക്കിക്കൊണ്ട് ലോകം വിളിച്ചു പറയുന്നു, ഇല്ല, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി. എന്നാൽ ദൈവവചനത്തെ അടിസ്ഥാനം നാം വിളിച്ചു പറയില്ല. യഹോവയുടെ നാമത്തിൽ ആ ഉണ്ടെങ്കിൽ അസ്ഥികളെ നോക്കിക്കൊണ്ട് പ്രവാചകൻ അസ്ഥി കൂമാരൻ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, അതെ, ഈ അസ്ഥികൾ ജീവിക്കും.
എത്ര പേർ ഉപകാരം വിശ്വസിക്കുന്നു? അതെ, ഈ അസ്ഥികൾ ജീവിക്കും. അതെ, ഈ ഉണങ്ങിയ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരും, ഒരു പുഷ്ടി യഹോവയുടെ ആത്മാവിനാൽ വെളിപ്പെടും. അതിന്റെ ഭാഗം വായിക്കാം. അടുത്തത്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. എപ്രകാരമാണ്? ആ 31-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ഒരു ക്രിയേഷൻ അവിടെ വെളിപ്പെട്ടു. യഹോവയെ മനുഷ്യനെ നിർമ്മിച്ച് അതിന്റെ ഉള്ളിൽ ശ്വാസം കൂടി അവൻ ജീവനുള്ള ശേഷിയെ ദേഹിയായി തീർന്നു. അപ്രകാരം അതേ ശ്വാസം, ഒരു നിർമ്മിതാവിന്റെ ശ്വാസം, അതേ നിർമ്മാണശാലയിലിരിക്കുന്ന അതേ നിർമ്മാതാവിന്റെ ശ്വാസം അവൻ ആ നിർമ്മിച്ച വെച്ച ആ ഒരു അവസ്ഥയിലേക്ക് അവൻ യഹോവയുടെ ആത്മാവിനെ അവൻ അതിൽ ഉള്ളിലാക്കി. അടുത്തത്, ഞാൻ നിങ്ങൾ വേറെയും പേടിച്ചോടി പോകണ്ട, ഭയപ്പെട്ട് ഓടിപ്പോകണ്ട. ഞാൻ നിങ്ങളെ എവിടെ പാർപ്പിക്കും? സ്വദേശത്ത് തന്നെ. എവിടെ നിന്ന് നശിച്ചുപോയെന്ന്, രക്ഷയില്ല എന്ന് പ്രതീക്ഷിക്ക് വകയില്ല എന്ന് വിധി എഴുതിയ സ്വദേശത്ത് തന്നെ ഞാൻ നിങ്ങളെ പാർപ്പിക്കും. അടുത്തത്, നിങ്ങൾ എഴുന്നേറ്റ് അടുത്തത്, യഹോവയായ കർത്താവ് അരുളി ചെയ്ത് എന്ത് ചെയ്തിരിക്കുന്നു? നിവർത്തിച്ചു ഇരിക്കുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ദിവസം നമ്മൾ ചിലത് അറിയാൻ പോകുകയാണ്, നമ്മൾ ചില ഗുഡ് ന്യൂസുകൾ കേൾക്കാൻ പോകുകയാണ്, അല്ലെങ്കിൽ ചില പുതിയ സന്തോഷ വാർത്തകൾ ഈ 2010 നമ്മൾ കേൾക്കാൻ പോകുകയാണ്. 2009 പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും വേദനകളും നിറഞ്ഞതായിരിക്കാം. എന്നാൽ 2010 ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദിവസം നമ്മൾ വാർത്ത കേൾക്കാൻ പോകുകയാണ്, ഒരു സന്തോഷ വാർത്ത നമ്മൾ കേൾക്കാൻ പോകുക. എന്താണത്? ഈ അസ്ഥികൾ ജീവിച്ചിരിക്കുന്നു. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അസ്ഥി ജീവിച്ചിരിക്കുന്നു. അടുത്ത നമ്മുടെ 14-ാം വാക്യത്തിന്റെ അവസാനം കാണുവാൻ കഴിയുന്നു, നിങ്ങൾ എഴുന്നേറ്റ് ഒരു സൈന്യമായി നിവർന്നു നിൽക്കും. ഇന്നലെ വരെ നിവർന്നു നിൽക്കുവാൻ ആരോഗ്യമില്ലാത്ത ആ അസ്ഥിയെ നോക്കി ദൈവം വിളിച്ചു പറയില്ല, നീ മടങ്ങി വന്നൊരു സൈന്യമാകാൻ പോകുകയാണ്. നഷ്ടങ്ങൾ നല്ലൊരു സൈന്യമായി വെളിപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽക്കാലം പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ കൂടെ ആയിരുന്നു. ഇംഗ്ലീഷിൽ 3 പദമുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുകളിലുണ്ടായിരുന്നു. 2 ഇസ്രായേൽ മക്കളിൽ ദൈവം മരുഭൂമിയിൽ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. 3-ാമത് പുതിയ നിയമസഭ പഠിക്കുമ്പോൾ കാണാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഇന്ന് അകത്ത് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വളരെ അപ്രകാരമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ലോകം ചോദിക്കുന്നു, ഇല്ല, ഈ അസ്ഥികളെ പ്രതീക്ഷ അസ്തമിച്ചു പോയി. ലോകം പറഞ്ഞില്ല, രക്ഷപ്പെടുമോ എന്നുള്ള ആശ അസ്തമിച്ചു പോയി. എന്നാൽ അതേ ആശ അസ്തമിച്ച അവസ്ഥകളെ നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറയുന്നില്ല, ഈ അസ്ഥികൾ ജീവിക്കാൻ പോവുകയാണ്. ഇല്ല, ഈ പ്രതികൂല നടുവിൽ ഈ അസ്ഥി ജീവിക്കാൻ പോവുകയാ. ഒരു വശത്തിൽ ലാസർ എഴുന്നേറ്റുമെങ്കിൽ, പനി വന്ന് എഴുന്നേറ്റെങ്കിൽ ലോകം പറയത്തില്ലായിരുന്നു. ലോകം ഒരു വശമെങ്കിൽ അത്രത്തോളം ദൈവനാമം മഹത്വപ്പെടുകയില്ല. യേശു കർത്താവ് ഒരു ചെറിയ പനിയിൽ എഴുന്നേൽപ്പിക്കുന്ന കഴിവുള്ളവൻ. എന്നാൽ നാറ്റം വെച്ച അവസ്ഥയിൽ, 4 ദിവസമായ അവസ്ഥയിൽ നിന്ന് ലാസർ എഴുന്നേറ്റപ്പോൾ അന്ന് വായിക്കപ്പെടുക വീഴുന്നൊരുക്കി. എന്തിനാ വീഴുന്നൊരുക്കിയത്? യഹോവയാണെന്ന് ലോകം പറയുന്നു. ദൈവപുത്രന്റെ നാമമോടെ മഹത്വമെടുത്തു. അപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു, പ്രിയ സൈബാബന്റെ ഈ ലോകം വിടുതന്നെ ഒരു ദൈവപുത്രന്റെ നാമ മഹത്വനാണ്. 2 സഭയുടെ വളർച്ചയ്ക്ക് കാരണമാണ്. ഒരു ദൈവപ്രവൃത്തിക്ക് പന്തളം പട്ടണത്തിൽ വേഗം വേണ്ടതിന്, പന്തളം പട്ടണത്തിൽ ദൈവസഭയ്ക്ക് ഒരു വലിയൊരു ഒരു പോയിട്ടുണ്ടാകേണ്ടത്, ഒരു വലിയൊരു വിളവുണ്ടാകേണ്ടതിന് ഞാൻ വിശ്വസിക്കുന്നു യഹോവയാണെന്ന് ഈ പന്തളം അറിഞ്ഞത്. വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പന്തളത്ത്, അല്ലെങ്കിൽ അയ്യപ്പന്റെ വലിയ കോട്ടയായിരിക്കുന്ന ഈ പന്തളത്ത് ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവത്തെ സേവിക്കാൻ കഴിയാതെ ലോകത്തിൻ്റെതായ പ്രകാരം വിളിച്ചു പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ കണ്ണ് കൂടാക്കി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാൻ വിശ്വസിക്കുന്നു ദൈവപുത്രൻ നാം ഈ 12 മകനമെടുത്ത് ഈ സഭയ്ക്ക് ഒരു വലിയൊരു വിളവ് അല്ലെങ്കിൽ വലിയൊരു വളർച്ച, ഒരു ഭയങ്കരമായ ദൈവിക വിടുതൽ വെളിപ്പെടുവാൻ രോഗവും ദുഃഖവും കഷ്ടതയും പ്രതികൂലവും കാരണമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സമയം ദൈവദാസനോട് പറഞ്ഞുകൊണ്ട്